आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरोद निराकरणमस्त्वनिराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ओम शांति शांति शांति. നമ്മൾ ഛാന്തോഗ്യോപനിഷത്തിൽ ഒടുവിലത്തെ 8-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ഖണ്ഡമാണ് ശ്രദ്ധിക്കുന്നത്. സാമാന്യമായിട്ട് മന്ത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, സാമാന്യം വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഷ്യമാണ് ഇനി നോക്കേണ്ടത്. നോക്കൂ, ആകാശോ വൈ ഇത്യാദി ബ്രഹ്മണ നിർദ്ദേശാർത്ഥം ആധ്യാനായ. ആകാശോ വൈ ഇത്യാദി ബ്രാഹ്മണ ലക്ഷണനിർദ്ദേശാർത്ഥം ആധ്യാനായ പറയാണ്. അടുത്ത ഈ 14-ാമത്തെ ഖണ്ഡം, ഈ ഖണ്ഡത്തിൽ ഒറ്റ മന്ത്രമേ ഉള്ളൂ. അതെ, ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. അപ്പോൾ കേവലം ഒരു മന്ത്രത്തോടു കൂടിയ ഈ ഖണ്ഡം ആരംഭിക്കുന്നത് ആകാശോ വൈ നാമ എന്ന് പറഞ്ഞിട്ടാണ്. ആകാശോ വൈ നാമ, അതിനെയാണ് ആകാശോ വൈ നാമ ഇത്യാദി. ആകാശോ വൈ നാമ എന്ന് തുടങ്ങുന്നതായ മന്ത്രം, ഈ മന്ത്രം എന്താണ്? ബ്രഹ്മണ ലക്ഷണനിർദ്ദേശാർത്ഥം, ബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് ബ്രഹ്മതത്വോപദേശം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ഛാന്തോഗ്യത്തിൽ. വ്യക്തമായി പറഞ്ഞാൽ 5, 6, 7, 8 എന്നീ ഖണ്ഡങ്ങളിൽ ഇതിപ്പോൾ ഉപസംഹരിക്കുക. അവിടെ പല ഭാഷകളിലൂടെ പല ദിശകളിലൂടെ ബ്രഹ്മനിർദ്ദേശം ചെയ്യുകയും ആത്മബ്രഹ്മൈക്യോപദേശം ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആത്മബ്രഹ്മൈക്യോപദേശം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം പോലും ഈ ഛാന്തോഗ്യത്തിലുള്ളതാണ്, തത്വമസി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഈ ഉപസംഹാര ഘട്ടത്തിൽ ബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തെ നിർദ്ദേശിക്കാനായിക്കൊണ്ട്, ലക്ഷണ എന്ന് പറയാൻ കാരണം അത് വാച്യവൃത്തിക്ക് വിധേയമല്ലാത്തത് കൊണ്ടാണ്. ഇന്നതാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ അതിൻ്റെ ലക്ഷണത്തെ പറഞ്ഞ് ബോധിപ്പിക്കുക. ഇപ്പം ബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തെ പറയുന്നതിനായിക്കൊണ്ട്, അപ്പം എന്തിനാണ് നിങ്ങൾ ഈ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പറയുന്നത്? ചോദ്യം. ആധ്യാനായ, അതിനെ പൂർണ്ണമായി ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിൻ്റെ ബുദ്ധിയുടെ തീർത്തുമുള്ള ഏകാഗ്രതയെ നേടിയെടുത്ത് ബ്രഹ്മതത്വ വിചാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷണത്തെ പറയുന്നത്. ഏതൊരു വിഷയത്തെയും നമുക്ക് ധ്യാനിക്കണമെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചില ലക്ഷണങ്ങൾ പിടികിട്ടണം. എന്നാലേ മനസ്സിൻ്റെ വൃത്തികൾക്ക് അതിനെ വിധേയമാക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. എന്തിനെക്കുറിച്ച് ആലോചിക്കണമെങ്കിലും, എന്തിനെക്കുറിച്ച് സങ്കല്പിക്കണമെങ്കിലും, എന്തിൽ മനസ്സ് ഉറപ്പിക്കണമെങ്കിലും അതിൻ്റെ ഒരു ലക്ഷണം നമുക്കറിയണം, എന്ന മാതിരിയാണെന്ന്. അതിനാണ് ഈ മന്ത്രം. നോക്കൂ,
ആകാശോ വൈ നാമ നാമരൂപയോർനിർവഹിത തേ യദന്തരാ തദ് ബ്രഹ്മ തദമൃതം സ ആത്മാ പ്രജാപതേ സഭാം വേശ്മ പ്രപദ്യേ യശോഹം ഭവാമി ബ്രാഹ്മണാനാം യശോ രാജ്ഞാം യശോ വിശാം യശോഹമനുപ്രാപത്സി സ ഹാഹം യശസാം യശ ശേതമദത്കം അദത്കം ശേതം ലിന്ദുമാഭിഗാം ലിന്ദുമാഭിഗാം. ആകാശനാമത്തിൽ ബ്രഹ്മത്തെ ആത്മാവിനെ പറഞ്ഞു. ഇതിനു മുമ്പ് പല പല പേരിൽ ആത്മാവിനെ പറഞ്ഞ് ഉപാസിക്കുന്ന ഉപദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രാണനെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പ് പ്രാണനെന്നാണ് പറഞ്ഞത്. അതുപോലെ പല പേരുകളിൽ പറഞ്ഞു, പല പേരുകളിൽ. ഇവിടെ ആകാശനാമത്തിൽ പറഞ്ഞു. ആകാശം എന്നുള്ളത് നാമരൂപയോഹോ നിർവഹിത, നാമരൂപങ്ങളുടെ നിർവഹിതാവാണ്. നാമരൂപാത്മകമായ സകലത്തെയും വിഭജിച്ച് ധരിക്കുന്നതാണ്. അപ്പം അതിന് നാമരൂപങ്ങളില്ലെങ്കിലും നാമരൂപമായ സകലത്തെയും വിഭജിച്ച് ധരിക്കുന്നതാണ്. യദന്തര തദ് ബ്രഹ്മ. ഇവയ്ക്ക് യാതൊന്ന് അന്തർഭൂതമാണോ, നാമരൂപങ്ങളുടെ അന്തർഭൂതമായിരിക്കുന്നത് എന്താണോ, മധ്യഗതമായിരിക്കുന്നത് എന്താണോ, അതാണ് തദ് ബ്രഹ്മ. അതെന്താണോ തത് അമൃതം. ആ ബ്രഹ്മം തന്നെ അമൃതം. ആ ബ്രഹ്മം തന്നെ അമൃതം. സ ആത്മാ, അവൻ തന്നെ ആത്മാ. അപ്പം അമൃതവും ബ്രഹ്മവും ആത്മാവും ഏകം തന്നെ. ആ ഏകമായിരിക്കുന്നത് സകല പ്രപഞ്ച വ്യവസ്ഥകളുടെയും നിർവഹിതാവാണ്. നാമരൂപാധി വിഭക്തമായ സർവപ്രപഞ്ചത്തിൻ്റെയും ആധാരഭൂതമാണ്. ഇത്രയാണ് ഉപദേശം. അപ്പം നമ്മൾ നാമരൂപാത്മകമായ ഈ നാമരൂപങ്ങളിലൂടെയാണല്ലോ പ്രപഞ്ചാഭിവ്യക്തി. ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ അഭിവ്യക്തമാകുന്നത്, പ്രകടമാകുന്നത് നാമരൂപങ്ങളെ കൊണ്ടാണ്. അപ്പോൾ നാമരൂപങ്ങളെ കൊണ്ട് പ്രപഞ്ചാഭിവ്യക്തി പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ അധിഷ്ഠാനഭൂതമായത് ഈ സത്യമാണെന്ന് അനുസന്ധാനം ചെയ്യൂ. അതാണ് യദന്തരാ തദ് ബ്രഹ്മ തദമൃതം. അത് തന്നെ മരണധർമ്മത്തിനുപരിയുള്ള പാരമാർത്ഥികമായ അമൃതം. അപ്പോഴോ നാമരൂപങ്ങളൊന്നും അമൃതമല്ല. നാമരൂപങ്ങളെല്ലാം, നാമരൂപങ്ങളാൽ പറയപ്പെടുന്ന ജഗത് പ്രതീതി എല്ലാം തന്നെ ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതുമാകുമ്പോഴും അതിൻ്റെ അടിസ്ഥാനഭൂതമായ സത്യം അമൃതമാണ്. സ ആത്മാ. അതുതന്നെയാകുന്നു ആത്മാ. ഈയൊരു ബോധത്തോടു കൂടിയ ഞാൻ, ഈയൊരു ബോധത്തോടു കൂടിയവനായ ഞാൻ പ്രജാപതേഹേ സഭാം വേശ്മ പ്രപദ്യേ, പ്രജാപതിയുടെ സഭയെ, ഗൃഹത്തെ പ്രാപിക്കുന്നു. ഈ അറിവുള്ളവൻ എവിടെയും അനിഷേധ്യഗതിയാണ്. പ്രജാപതിയുടെ സഭ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സഭ. ബ്രഹ്മലോകത്തിൽ മാത്രമല്ല, ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിൻ്റെ സഭയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു എന്നാണ്. അനിഷേധ്യഗതിയാണ്. ഒരിടത്തും ആർക്കും
നിഷേധിക്കാനാവാത്ത സർവത്ര ഗതിയായി തീർന്നു ഈ വിജ്ഞാനി. യശോഹം ഭവാമി, ഞാൻ യശസ്സാകുന്നു. ഇങ്ങനെയുള്ള ഞാൻ തന്നെ യശസ്. ഇങ്ങനെയുള്ള ഞാൻ തന്നെ യശസ്. ബ്രാഹ്മണാനാം യശോ, ബ്രാഹ്മണന്മാരുടെ യശസ്, വേദജ്ഞന്മാരുടെ യശസ്. രാജ്ഞാം യശോ, രാജാക്കന്മാരുടെ, ക്ഷത്രിയന്മാരുടെ, മഹാരാജാക്കന്മാരുടെ യശസ്. വിശാം യശോ, വിട്ടുക്കളുടെ, വൈശ്യന്മാരുടെ യശസ്. വലിയ വലിയ കച്ചവടക്കാരുടെ, വലിയ ബിസിനസ്സുകാരുടെ, കൃഷിക്കാരുടെ, അങ്ങനെയുള്ളവരുടെ യശസ്. വലിയ വേദജ്ഞന്മാരായ ബ്രാഹ്മണരുടെ യശസ്സും ഞാനാണ്. നിപുണന്മാരായ രാജാക്കന്മാരുടെ യശസ്സും ഞാനാണ്. വലിയ വ്യവസായികളുടെ യശസ്സും ഞാനാണ്. എന്തുകൊണ്ട്? യശസ്കരമായ ഈ ബ്രഹ്മത്തെ അറിയുന്നത് കൊണ്ട്. അതുകൊണ്ട് എനിക്ക് അനിഷേധ്യഗതിയാണ്. അനിഷേധ്യഗതിയാണ്. യശോഹം അനുപ്രാപത്സി, പരമമായ യശസ്സിനെ ഞാൻ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നു. ആദ്യം പറഞ്ഞു ഞാൻ പ്രാപിക്കുന്നു, ഇപ്പം പറഞ്ഞു ഞാൻ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നു. യശസാം യശഹോ, എന്തിനെയാ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നത്? യശസ്സുകൾക്കും യശസ്സായതിനെ ഞാൻ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നു. ശ്വേതമദത്കം അദത്കം ശ്വേത, അദത്കം അദന്തകം. ശ്വേതം, ശ്വേതം വർണ്ണമാണ്. ശ്വേതവർണ്ണം എന്ന് പറഞ്ഞാൽ ശ്വേതമല്ല, ശ്വേതം വെളുപ്പാണ്. ശ്വേതവർണ്ണമാണ്. ശ്വേതവർണ്ണം എന്ന് പറഞ്ഞാൽ രോഹിതം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്താ മലയാളത്തിൽ ഈ ഭാഷ്യകാരൻ പറയണത് ചുമപ്പ് കലർന്നതാണ്, ചുമപ്പാണ്. നല്ല പഴുത്ത ബദരത്തിൻ്റെ എന്നാണ് പറയുന്നത്. അതൊരു മഞ്ഞയോ? മഞ്ഞല്ല ഇവിടെ എന്തായാലും. കാരണം ഇവിടെ ലിന്ദുവെ ഞാൻ പ്രാപിക്കരുത് എന്നാൽ ലിന്ദു സ്ത്രീ സ്ത്രൈണാവയവമാണ്, യോനിയാണ്, യോനി പ്രദേശമാണ്. അപ്പൊ ചുമപ്പ് വർണ്ണത്തോടു കൂടിയ യോനിയെ മാ അഭികാം, ഞാൻ പ്രാപിക്കരുതേ. മാ അഭികാം, ഞാൻ പ്രാപിക്കരുതേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയൊരു ജന്മം ഉണ്ടാവാൻ ഇടയാവരുത്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചോളണമെന്നൊന്നും പറയണില്ല കേട്ടോ. പല പ്രാർത്ഥന ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. അവനവന് ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. 1000 പ്രാവശ്യം വന്നാലും കുഴപ്പമില്ല എന്നാണ് നമ്മളെ അഭിപ്രായം. ഇത്ര സുഖമാണെങ്കിൽ പിന്നെ എത്ര പ്രാവശ്യം വന്നാൽ എന്താ? ഇല്ലേ? ജീവിതം ഇത്ര സുഖമാണെങ്കിൽ പിന്നെ എത്ര പ്രാവശ്യം വന്നാൽ എന്താ കുഴപ്പം? എന്തിനാ ജനങ്ങൾ ഇനി ജന്മം വേണ്ടാന്ന് പ്രാർത്ഥിക്കണത്? അത്രയ്ക്ക് മടുക്കണോ? അത് ഇത്ര ആനന്ദമായിട്ടുള്ളൊരു ജന്മം കിട്ടിയിട്ട് എന്തിനാ മടുക്കെന്ന് ആസ്വദിച്ചാൽ പോരെ? സ്വാമി ഉപനിഷത്തിന് വിരുദ്ധം പറയുന്നു എന്ന് പറഞ്ഞേക്കരുത്, ഈ മന്ത്രത്തിന് വിരുദ്ധം പറയുന്നു എന്ന് പറയാം. കാരണം ഉപനിഷത്തിൽ മറ്റേ കാഴ്ചപ്പാടുണ്ട്, എല്ലാം ഉണ്ട് ഉപനിഷത്തിൽ. നമുക്ക് വേണ്ടതൊക്കെ എടുക്കാം. കാരണം ആനന്ദമാണ് ഈ ജീവിതം. നമ്മളൊരു കാഴ്ചപ്പാടിൻ്റെ ചെറിയൊരു വ്യത്യാസമാണ്.
അയ്യോ ദുഃഖമയമാണേ ജീവിതം, ഇനിയൊരു ജന്മം വേണ്ടേ എന്ന് പറയുന്നവർക്ക് പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകം ഈശ്വര സ്വരൂപമാണ്. ഇവിടെ ആനന്ദത്തിൻ്റെ മൊത്ത കലവറയാണ്. പിന്നെന്തിനാ ഒരു മടുപ്പെന്തിനാ? അപ്പോൾ വൈരാഗ്യത്തെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലത് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ. എന്നാലും ഇവിടെ പ്രാർത്ഥിക്കണതാണ്, ഇനി വീണ്ടും യോനിയെ പ്രാപിക്കരുതേ, ഗർഭസ്ഥാനത്തെ വീണ്ടും പ്രാപിക്കരുതേ എന്ന്. അവിടെ അദത്കം എന്നൊരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. ദന്തമില്ലാത്ത ഭക്ഷിക്കുന്നതായ ഭാവത്തെ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ടെങ്കിലും നമ്മളെല്ലാം അങ്ങനെയല്ലേ വന്നത്, അല്ലേ? നമ്മളെല്ലാം എങ്ങനെയാ വന്നത്? അമ്മയുടെ യോനിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എല്ലാവർക്കും പല്ലൊക്കെ ഉണ്ടോ? ആർക്കും ഇല്ല. പിന്നെയാണ് ഇത് മുളച്ച് വരുന്നത്. പിന്നെ ചിലർക്ക് മുഴുവൻ പോകും, ചിലർക്ക് പോവില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ വന്നതെല്ലാം അദത്കമായിട്ടാണ് നമ്മളൊക്കെ വന്നത്. മറ്റെല്ലാ ജന്തുക്കളുടെ സ്ഥിതി എന്താണെന്നാവല്ലേ? അതൊന്ന് പഠിക്കേണ്ടതാണ്. എനിക്കറിയില്ല കേട്ടോ, അറിയാത്തോണ്ടാണ്. പൂച്ചക്കുട്ടിക്കൊക്കെ ഉണ്ടാവുന്ന, പശുക്കുട്ടിക്കുണ്ട്. പശുക്കുട്ടിക്കൊക്കെ പൂർണ്ണമായിട്ടുണ്ട്, എല്ലാ പല്ലുമുണ്ട്. എല്ലാ ജന്തുക്കളെക്കുറിച്ച് അറിയില്ല. അത് ആരെങ്കിലും അത് അറിയണവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പട്ടിക്കുട്ടിക്കുണ്ട്, പൂച്ചക്കുട്ടിക്കുണ്ട്, അതൊക്കെ ഉണ്ട്. എല്ലാ ജന്തുക്കൾക്കും ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ഏതായാലും മനുഷ്യനില്ല എന്നുള്ളതറിയാം. അപ്പോൾ ഈ ഒരു ഭാവത്തെ വീണ്ടും പ്രാപിക്കരുതേ. പല്ലൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു ഭാവത്തോടു കൂടി അമ്മയുടെ യോനിയെ വീണ്ടും പ്രാപിക്കുന്നൊരവസ്ഥ മാ അഭികാം, എനിക്ക് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ ആൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആദ്യം പറഞ്ഞ ആള് പ്രജാപതേഹേ സഭാം വേശ്മ പ്രപദ്യേ, തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞു ഞാൻ പ്രജാപതിയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അയാൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള യശസ്സിനെ ഞാൻ പ്രാപിക്കുമാറാകട്ടെ, പ്രാപിക്കാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞത്. ആ ഇച്ഛിക്കുന്ന തലത്തിലുള്ള പ്രാർത്ഥനയാണിത്. രണ്ട് തലങ്ങളെയും ഇവിടെ കാണാം. ഒന്ന് ജിജ്ഞാസുവായി മുമുക്ഷുവായിരിക്കുന്ന ആളുടെ തലമാണ്, രണ്ട് മുക്തപുരുഷനായിരിക്കുന്ന ആളുടെ തലമാണ്. ഇത് രണ്ടിനും ഹേതുവായിട്ട് ഈ ആകാശം നിലകൊള്ളുകയും ചെയ്യുന്നു. ആകാശം കൊണ്ട് അവിടെ ബ്രഹ്മം അർത്ഥമാക്കുന്നു. ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് ഭാഷ്യം നോക്കാം. ആകാശോ വൈ നാമ ശ്രുതിഷു പ്രസിദ്ധ ആത്മാ ആകാശ ഇവ അശരീരത്വാത് സൂക്ഷ്മത്വാത് ച സച ആകാശഃ നാമരൂപയോഃ സ്വാത്മസ്ഥയോഃ ജഗദ്ബീജഭൂതയോഃ സലിലസ്യ ഇവ ഭേനസ്ഥാനീയയോഃ നിർവഹിത നിർവോഢ വ്യാകർത്ത തേ നാമരൂപേ യദന്തര യസ്യ ബ്രഹ്മണഃ അന്തര മധ്യേ വർത്തേതേ തയോഃ വ നാമരൂപയോഃ യദന്തര നാമരൂപയോഃ അന്തര മധ്യേ യന്നാമരൂപാഭ്യാം അസ്പൃഷ്ടം യദിത്യേതത് ബ്രഹ്മ നാമരൂപവിലക്ഷണം നാമരൂപാഭ്യാം അസ്പൃഷ്ടം തഥാപി തയോഃ നിർവോഢൃ ഏവം ലക്ഷണം ബ്രഹ്മ ഇത്യർത്ഥ. ഇതമേവ മൈത്രേയീ ബ്രാഹ്മണേന ഉക്തം ചിന്മാത്ര അനുഗമാത് സർവത്ര ചിസ്വരൂപത ഏവ ഇതി ഗമ്യതേ ഏകവാക്യത. കഥം തദ് അവഗമ്യതേ ഇത്യാഹ സ ആത്മാ
ആത്മാ ഹി നാമ സർവജന്തൂനാം പ്രത്യക്ഷേതനഃ സ്വസംവേദ്യഃ പ്രസിദ്ധഃ തേന ഏവ സ്വരൂപേണ അന്യ ഇവിടെ ഒരു വേറെ പുസ്തകമുണ്ടോ? ഗീതാ പ്രസിൻ്റെ അല്ലാത്തൊരു പുസ്തകം? ഉന്നീയ എന്നാണ്. വായിച്ചെടുത്ത് സ്വരൂപേണ ഉന്നീയാന്ന. ശരീര അശരീര വ്യോമവത് സർവഗതഃ ആത്മാ ബ്രഹ്മ ഇതി അവഗന്തവ്യം. തച്ച ആത്മാ ബ്രഹ്മ അമൃതം അമരണധർമ്മ. അതഃ ഊർധ്വം മന്ത്രഃ പ്രജാപതിഃ ചതുർമുഖഃ തസ്യ സഭാം ഭീഷ്മ പ്രഭുവിമിദം ഭീഷ്മ പ്രപദ്യേ ഗച്ഛേയം. കിഞ്ച യശോഹം യശഃ നാമ ആത്മാഹം ഭവാമി ബ്രാഹ്മണാനാം. ബ്രാഹ്മണ ഏവ ഹി വിശേഷതഃ തം ഉപാസതേ തതഃ തേഷാം യശഃ ഭവാമി. തഥാ രാജ്ഞാം വിശാം ച തേപി അധികൃതാഃ ഏവ ഇതി തേഷാം അപി ആത്മാ ഭവാമി. തത് യശഃ അഹം അനുപ്രാപത്സി അനുപ്രാപ്തും ഇച്ഛാമി. സഹ അഹം യശസാം ആത്മനാം ദേഹേന്ദ്രിയ മനോബുദ്ധിലക്ഷണാനാം ആത്മാ. കിമർത്ഥം അഹമേവം പ്രപദ്യേ ഇത്യുച്യത്തെ. ശ്വേതം വർണ്ണതഃ പക്വബദരസമം രോഹിതം തഥാ അദത്കം ദന്തരഹിതം അപി അദത്കം ഭക്ഷയിതൃ. സ്ത്രീവ്യഞ്ജനം തത്സേവിനാം തേജോബലവീര്യവിജ്ഞാനധർമാണാം അപഹന്തൃ വിനാശയിതൃ ഇത്യേതത്. യദേവം ലക്ഷണം ശ്വേതം ലിന്ദു പിച്ഛലം തത് മാഭിഗാം മാ അഭിഗച്ഛേയം. ദ്വിവചനം അത്യന്ത അനർത്ഥഹേതുത്വ പ്രദർശനാർത്ഥം. ആകാശോ വൈ നാമ ശ്രുതിഷു പ്രസിദ്ധഃ ആത്മാ. ആകാശ ഇവ അശരീരത്വാത് സൂക്ഷ്മത്വാത് ച സ ച ആകാശഃ നാമരൂപയോഃ സ്വാത്മസ്ഥയോഃ ജഗദ്ബീജഭൂതയോഃ
സലിലസ്യ ഇവ ഭേനസ്ഥാനീയയോः നിർവഹിത നിർവോഢ വ്യാകർത്ത തേ നാമരൂപേ യദന്തര യസ്യ ബ്രഹ്മണഃ അന്തര മധ്യേ വർത്തേത്തെ തയോः വാ നാമരൂപയോः അന്തര മധ്യേ യന്നാമരൂപാഭ്യാം അസ്പൃഷ്ടം യദിത്യേതത് ബ്രഹ്മ നാമരൂപവിലക്ഷണം നാമരൂപാഭ്യാം അസ്പൃഷ്ടം തഥാപി തയോः നിർവോഢൃ ഏവം ലക്ഷണം ബ്രഹ്മ ഇത്യർത്ഥഃ. ഇദമേവ മൈത്രേയീ ബ്രാഹ്മണേന ഉക്തം ചിന്മാത്രനുഗമാത് സർവത്ര ചിത്സ്വരൂപത ഏവ ഇതി ഗമ്യത്തെ ഏകവാക്യത. കഥം തദവഗമ്യത്തെ ഇത്യാഹ സ ആത്മാ ആത്മാ ഹി നാമ സർവജന്തൂനാം പ്രത്യക്ഷേതനഃ സ്വസംവേദ്യഃ പ്രസിദ്ധഃ തേനൈവ സ്വരൂപേണ ഉന്നീയാ അശരീരാ വ്യോമവത് സർവഗതഃ ആത്മാ. അവിടെ ഉന്നീയോ എന്നാണ് നല്ലത്. ഉന്നീയ എന്നാണ് വായിച്ചത്. ഉന്നീയഹ കാരണം പുല്ലിംഗായതുകൊണ്ട്, ആത്മാ എന്നുള്ളത് പുല്ലിംഗായതുകൊണ്ട് ഉന്നീയോ എന്നാക്കുക. അതിൽ ശരിയാണ്, അതിൽ ശരിയാണ്. ഗീതാപ്രസിൻ്റെ പുസ്തകത്തിലാണ് തെറ്റുള്ളത്. ഉന്നീയോ അശരീര. അപ്പോൾ അവിടെ അകാര ചിഹ്നം വേണം, പ്രശ്ലേഷ ചിഹ്നം വേണം. ഗീതാപ്രസിൻ്റെ അതിൽ ആർഷ വിദ്യാപ്രതിഷ്ഠാനത്തിൻ്റെ ശരിയാണ്. ഉന്നീയോ. വ്യോമവത് സർവഗതഃ ആത്മാ ബ്രഹ്മ ഇത്യവഗന്തവ്യം. തച്ച ആത്മാ ബ്രഹ്മ അമൃതം അമരണധർമ്മ. ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. അപ്പോൾ ആകാശോ വൈ നാമ ശ്രുതിഷു പ്രസിദ്ധ. ശ്രുതികളിൽ പ്രസിദ്ധമായ ആകാശം. അപ്പോൾ സാമാന്യ പ്രസിദ്ധമായ ആകാശമല്ല. സാമാന്യ പ്രസിദ്ധമായ ആകാശം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതാത്മകമായ ആകാശം എന്ന് പറയേണ്ടി വരും, അഥവാ അവകാശത എന്നർത്ഥം പറയേണ്ടി വരും. എന്നാൽ ഉപനിഷത്തുക്കൾ ആകാശ ശബ്ദം ബ്രഹ്മത്തെ ഉപദേശിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥം വേണം ഇവിടെ എടുക്കുക. ബ്രഹ്മം എന്നുള്ള അർത്ഥം, പരമസത്യം എന്നുള്ള അർത്ഥം. ഇപ്പോൾ ചില സ്ഥലത്ത് പ്രാണൻ എന്ന് പറയും, ചില സ്ഥലത്ത് പ്രാണൻ എന്ന് വേദത്തിൽ പറയുമ്പോൾ അതിനർത്ഥം വരും ആത്മാവെന്നാണ്. ഇപ്പോൾ സാമാന്യമായിട്ട് പ്രാണൻ എന്ന് പറഞ്ഞ ആത്മാവെന്ന് അർത്ഥമില്ല. പ്രാണൻ എന്ന് പറയുമ്പോൾ വായുവിശേഷമെന്നോ അല്ലെങ്കിൽ വൈയക്തികമായ ശക്തി എന്നോ ഒക്കെ നമുക്ക് അർത്ഥം പറയാം. ഇനി അത് തന്നെ പഞ്ചപ്രാണഭാവത്തിൽ പിരിഞ്ഞതിനെ പറയാം. ഇതൊക്കെയാണ് സാധാരണ ലൗകികമായിട്ട് പ്രാണശബ്ദം പറയുമ്പോൾ. എന്നാൽ ഉപനിഷത്തിൽ പ്രാണശബ്ദം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ യദിദം കിഞ്ച ജഗത് സർവം പ്രാണ ഏജതി നിസ്സൃതം മഹത് ഭയം ഉദ്യതം എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അപ്പൊ യദിദം കിഞ്ച ജഗത് സർവം പ്രാണ ഏജതി നിസ്സൃതം, ഈ ജഗത്ത് മുഴുവൻ പ്രാണനിലാണ് നിലകൊണ്ട് വിപുലമാകുന്നത് എന്ന് പറയുന്നിടത്ത് പ്രാണശബ്ദത്തിന് ബ്രഹ്മം എന്നേ അർത്ഥം വരും. എന്നാൽ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും പ്രാണശബ്ദം വരുന്നത് പ്രാണാപാന സമാനോദാന വ്യാനഭേദങ്ങളിലുള്ള പ്രാണഭേദങ്ങളെ കുറിക്കാനാണ്.
ചില സ്ഥലത്ത് പ്രാണശബ്ദം വരുന്നത് വായു എന്നുള്ള അർത്ഥത്തിലാണ്, ചില സ്ഥലത്ത് പ്രാണശബ്ദം വരുന്നത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെ പല അർത്ഥങ്ങളിലും വരുന്നുണ്ടെങ്കിലും ഉപനിഷത്തിൻ്റെ പരമമായ തലത്തിൽ പ്രാണശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഹ്മത്തെ കുറിക്കാനാണ്. അതുപോലെ തന്നെയാണ് ആകാശവും. അപ്പോൾ ഉപനിഷത്തുകളിൽ പ്രസിദ്ധമായ ആകാശം, ശ്രുതിഷു പ്രസിദ്ധ ആത്മാ, ആകാശ ഇവ അശരീരത്വം. അതെന്തുകൊണ്ട് ആകാശ ശബ്ദം ഉപയോഗിച്ചു ആത്മാവിനെ പറയാൻ ചോദിച്ചാൽ, ആകാശ ഇവ അശരീരത്വം, ആകാശം പോലെ ശരീരരഹിതമായതുകൊണ്ട്, സൂക്ഷ്മത്വം, അത്യന്ത സൂക്ഷ്മമായതുകൊണ്ട്. അപ്പം സൂക്ഷ്മത്വം കൊണ്ടും അശരീരത്വം കൊണ്ടും സർവഗതത്വം കൊണ്ടും ഒക്കെ ആത്മാവിനെ ആകാശമെന്ന് പറയും. സച്ച ആകാശ, അങ്ങനെയുള്ള ആകാശം നാമരൂപയോഹോ സ്വാത്മസ്ഥയോഹോ ബീജഭൂതയോഹോ, ബീജഭൂതങ്ങളായ നാമരൂപങ്ങളുടെ നിർവഹിതാവാണ്, നിർവോഠാവാണ്. നിർവഹിത എന്ന് പറഞ്ഞാൽ അതിനെ ഉണ്ടാക്കുന്ന, അതിനെ വ്യവസ്ഥപ്പെടുത്തുന്ന എന്നൊക്കെ അർത്ഥം. അപ്പം നാമരൂപാത്മകമാണ് പ്രപഞ്ചം. പ്രപഞ്ചം എന്നുള്ള ഓരോ നാമരൂപാത്മകമാണ്. അപ്പം നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിർവഹണം ഏതൊരു പരമസത്യമാണോ അതെന്നർത്ഥം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പറയാം, നാമരൂപാത്മകമായ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും നിർവഹണം ഏതോ അതേതാ? അധിഷ്ഠാന സത്യം. ജന്മാദ്യസ്യ യതഃ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ജന്മം തുടങ്ങിയവ എവിടെ നിന്നാണോ, ജന്മാദ്യസ്യ യതഃ. സ്വാത്മസ്ഥയോഹോ ജഗദ്ബീജഭൂതയോഹോ സലിലസ്യൈവ ഭേനസ്ഥാനീയയോഹോ നിർവഹിത. സമുദ്രത്തിൽ ആഞ്ഞു വീശുന്ന തിരമാലകൾ തീരത്തോട് ചേർന്ന് വരുമ്പോൾ ആ തീരത്ത് വലിയ പതകൾ രൂപപ്പെടും. കുമിളകളല്ല, വലിയ പത തന്നെ രൂപപ്പെടും. അങ്ങനെ നമ്മൾ സമുദ്ര തീരത്ത് കൂടെ നടക്കുന്ന സമയത്ത് വലിയ പത നിൽക്കുന്നത് കാണാം. കണ്ടില്ല? നമുക്കത് എടുത്തു കൊണ്ടുവരാം. വലുത് 2 കൈ കൊണ്ടൊക്കെ എടുത്ത് കൊണ്ടുവരണം. അത് നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടൊരു പാത്രത്തിൽ വെച്ചു. കുട്ടികളാകുമ്പോൾ അടിയൊക്കെ കൂടുമായിരുന്നു. ഒരു കുട്ടി കൊണ്ടുവരും, മറ്റേ കുട്ടി അടിച്ച് പൊട്ടിച്ച് കളയും. അപ്പോൾ രണ്ടാളും തമ്മിൽ അടിയാവും. അങ്ങനെയൊക്കെ പതിവുണ്ട്. അപ്പോൾ വേറെ സ്ഥലത്ത് വന്ന് ഊതി അത് മുഴുവൻ ഇല്ലാണ്ടാക്കും. ഒക്കെ പറഞ്ഞു ഒന്നുമില്ല ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നല്ലാതെ ഞാനിത് വലിയൊരു കട്ട കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെച്ചു എന്ന് വിചാരിച്ചു. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് നോക്കി ആകെ 1 സ്പൂൺ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാൻ വലിയൊരു ഒരു 1.5 അടി നീളവും 1.5 അടി വീതിയൊക്കെ ഉള്ളൊരു പതേൻ്റെ കട്ടയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ പേരിലാണ് ഞാനും കൂട്ടുകാരനും ലഹള കൂടിയത്. പക്ഷെ അത് കൊണ്ടുവന്ന് ഒരു തളികയിൽ വെച്ച്, ഒരു വലിയൊരു പാത്രത്തിൽ വെച്ച് 5-6 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 1 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. ഏറി വന്നാൽ അതിൽക്കുള്ളൊന്നും വെള്ളം ഉണ്ടാവില്ല. അതാണ് പത്രയായിട്ടുള്ളത്. അപ്പം നേരത്തെ അത് പതയായി ഇരിക്കുമ്പോഴും അത് ഇത് തന്നെയായിരുന്നില്ലേ? എന്നാ അത് വെള്ളമാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നുമോ? തോന്നില്ല. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെ ജഗതാകാരമായിരിക്കുന്ന സകലത്തിൻ്റെയും നിർവഹിതാവ്, മൂലമായിരിക്കുന്ന, കാരണമായിരിക്കുന്ന നാമരൂപാത്മക പ്രപഞ്ചത്രയേ ഉള്ളൂ. ഈ ഊതി വീർപ്പിച്ച് വെച്ചതാണ്, അതിൽ കവിഞ്ഞൊന്നുമില്ല. അല്ല, അതിൽ കവിഞ്ഞുണ്ടോ അറിയില്ല. തല്ലുകൂടണമൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. വലുത് കിട്ടി എന്നൊക്കെ പറയും. നോക്കുമ്പോൾ കുറച്ച് നേരം 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഓരോ തുള്ളി 1 സ്പൂൺ 2 സ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ആദ്യം അതാണെന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നമുണ്ടോ? പക്ഷെ അത് മനസ്സിലാക്കിയാൽ തല്ലുണ്ടാവില്ലല്ലോ. ഇത് പല രൂപത്തിലും ഭാവത്തിലും മാറ്റി വെച്ച് എന്തൊരു സൗന്ദര്യം നിന്നെ കാണാൻ.
ഈ അപാരസുന്ദരിയാണേ അല്ലേ? ഇതൊക്കെ വരും. ഇതൊക്കെ ഈ ഭയാനകമായി ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതിന് ആകൃതി ഉണ്ടാവും, നീളമുണ്ടാവും, വീതി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് ഇളക്കാതെ ഒരു 2 മണിക്കൂർ ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം, കടപ്പുറത്താച്ചാൽ വെള്ളം കാണില്ല കേട്ടോ, അതിനാ തളികയിൽ വെക്കാൻ പറഞ്ഞത്. എത്ര കുറച്ചേ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ഇതിനാണ് കലഹവും കത്തിക്കുത്തും ഒക്കെ നടത്തിയത്. ഈ ഭേനജല ദൃഷ്ടാന്തം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം ഭേനസ്ഥാനീയമായിരിക്കുന്നതാണ് നാമരൂപങ്ങൾ. അതിൻ്റെ നിർവഹിതാവാരാ? സലിലസ്യ, സലിലമാണ്, വെള്ളമാണ്. അപ്പോൾ ഈ പദയുടെ നിർവഹിതാവായിട്ട്, നിർവോഢാവായിട്ട്, നിർവോഢ എന്ന് പറഞ്ഞാൽ നിർവഹിതാവ് ആയിട്ട് ജലമുള്ളതുപോലെ നാമരൂപാത്മക പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിർവഹിതാവാണ് ഈ ബ്രഹ്മം, ഈ സത്യം, ആകാശം. അവിടെ ജഗത് ബീജഭൂതയോഹോ ഭേനസ്ഥാനീയയോഹോ, ഭേനസ്ഥാനീയങ്ങളായ നാമരൂപങ്ങളുടെ മുഴുവൻ നിർവഹിതാവാണ് ജലം പോലെ ബ്രഹ്മം എന്നർത്ഥം. ചില സമയത്തൊക്കെ വലിയ പദങ്ങൾ കാണാം സമുദ്രതീരത്ത്. വ്യാകർത്ത നിർമ്മിക്കുന്നവൻ, വെള്ളമാണ്. അതുപോലെ തേ നാമരൂപേ യദന്തര യസ്യ ബ്രഹ്മണ അന്തര മധ്യേ വർത്തേതേ. അതെല്ലാം ഈ ബ്രഹ്മമാകുന്ന അധിഷ്ഠാന സത്യത്തിലാണ് ഈ നാമരൂപങ്ങളൊക്കെ വർത്തിക്കുന്നത്. അധിഷ്ഠാന സത്യത്തിലാണ് ഇതെല്ലാം വർത്തിക്കുന്നത്. തസ്മിൻ അപോ മാതരിഷ്വാദധാതി എന്ന് ഈശാവാസ്യോപനിഷത്ത്. ആ അധിഷ്ഠാന സത്യത്തിൽ സകല കർമ്മങ്ങളെയും ഈശ്വരൻ ധരിക്കുന്നു. സകല കർമ്മങ്ങളെയും ധരിക്കുന്നു. വ്യഷ്ടിതലത്തിലും സമഷ്ടിതലത്തിലും ഉള്ള സകല കർമ്മങ്ങളെയും. എല്ലാ കർമ്മങ്ങളും നിർവഹിക്കപ്പെടണമെങ്കിൽ നാമരൂപാത്മകമായിരിക്കുന്ന ഈ നാടകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അരങ്ങേറണമെങ്കിൽ അതിനൊരു അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനം സത്യസ്വരൂപമാണ്. ശ്രദ്ധിക്കുക. തേ യദന്തരേ യദന്തര യസ്യ ബ്രഹ്മണ അന്തര മധ്യേ വർത്തേതേ തയോഹോ നാമരൂപയോഹോ അന്തര മധ്യേ എന്നാമരൂപാഭ്യാം അസ്പൃഷ്ടം യത്. ഈ നാമരൂപങ്ങളുടെ മധ്യത്തിൽ എന്താണ്? ഈ നാമരൂപങ്ങളാൽ അസ്പൃഷ്ടമായ, സ്പർശിക്കപ്പെടാത്ത യാതൊന്ന്. ഈ നാമരൂപങ്ങളുടെ മധ്യത്തിൽ നാമരൂപങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത മറ്റൊന്നുണ്ട്. നേരത്തെ പറഞ്ഞ പദയിൽ, ആ പദയുടെ മധ്യത്തിൽ എന്താ ഉള്ളത്? അത് പദയാൽ സ്പർശിക്കപ്പെടാത്തതാണ്. നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ പദയുടെ ദൃഷ്ടാന്തം പറഞ്ഞു. അപ്പോൾ ഈ പദയുടെ മധ്യത്തിൽ എന്താ ഉള്ളത്? ജലമാണുള്ളത്. ഈ ജലം പദയാൽ സ്പർശിക്കപ്പെടുന്നതാണോ സത്യത്തിൽ? ചോദ്യം. അതെ, ഇരിക്കുക. അതിപ്പോൾ ആദ്യം തീയാണോ പുകയാണോ അല്ലെങ്കിൽ മുട്ടയാണോ കോഴിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് വേറെ. ഇതിപ്പോൾ പുകയും മുട്ടയും കോഴിയും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ പതേൻ്റെ മാത്രം എടുക്കുക. പതയാണോ ആദ്യം ഉണ്ടായത്, വെള്ളമാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. ഈ ദൃഷ്ടാന്തം മാത്രം എടുത്താൽ മതി. മറ്റത് ഉത്തരം കിട്ടാത്ത വിഷയമാണ്. ശരിയാ പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തത്വോപദേശം അല്ല ചെയ്യേണ്ടത്, ഇത് ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം ദാർഷ്ടാന്തികത്തെ മനസ്സിലാക്കാൻ ആ അംശം മാത്രമേ എടുക്കണ്ടൂ.
ഇപ്പം മുട്ടയിൽ നിന്ന് കോഴി വരുന്നത് പോലെ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അവിടെ കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയിൽ നിന്ന് മുട്ടയല്ലേ വരുന്നത്. അത് വേറെ സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ പറഞ്ഞതിന് ഇത്രയേ ഉള്ളൂ, മുട്ടയിൽ നിന്ന് ഭിന്നമല്ലാത്ത ഒന്ന് പൊട്ടി പുറത്തേക്ക് മുട്ടയിൽ നിന്ന് ഭിന്നമായ കോഴി വരുന്നത് പോലെ എന്നേ അവിടെ എടുക്കാൻ പാടില്ല. മറ്റേ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. ദൃഷ്ടാന്തം എപ്പോഴും ഏകദേശമേ എടുക്കാൻ പാടുള്ളൂ. ആ ഉദ്ദേശിച്ചത് എന്താണോ അത് മാത്രം, അതേ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ പതയാൽ സ്പർശിക്കപ്പെടുന്നതല്ല ജലം, അസ്പൃഷ്ടമാണ്. സ്വർണ്ണാഭരണത്താൽ സ്വർണം സ്പർശിക്കപ്പെടുന്നില്ല. എന്താ അഭിപ്രായം? സ്വർണ്ണാഭരണത്താൽ സ്വർണം സ്പർശിക്കപ്പെടുന്നില്ല. എന്നാൽ സ്വർണം ഉള്ളത് കൊണ്ടാണ് സ്വർണ്ണാഭരണം കാണപ്പെട്ടത്. രണ്ട് പവൻ സ്വർണ്ണമാല, പൈസ കൊടുക്കണ്ടല്ലോ, 5 പവനായിക്കോട്ടെ, എന്തിനപ്പം 2 ചുരുക്കണത്? 5 പവൻ സ്വർണ്ണമാല അല്ലേ? 5 പവൻ സ്വർണ്ണമാല. അതിലൊരാൾ ചോദിച്ചു, എത്ര പവൻ സ്വർണമുണ്ട്? സംശയമില്ല, 5 പവൻ. ആ സ്വർണ്ണമാലയുടെ തൂക്കം എത്രയാണ്? 5 പവൻ. സംശയമില്ല. മാലയുടെ തൂക്കം എത്രയാണ്? 0. 5. ആരാ 5 പറഞ്ഞ്? 5 പറഞ്ഞാൽ 5 5 10 സ്വർണ്ണമാലയുടെ തൂക്കം 5 പവൻ, സ്വർണത്തിൻ്റെ തൂക്കം 5 പവൻ, മാലയുടെ തൂക്കം 0. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, എന്നാൽ അംഗീകരിക്കാൻ വിഷമമാണ്. ആ മാല ഉരുക്കി വള ഉണ്ടാക്കിയപ്പോൾ 5 പവൻ വള അല്ല, 5 പവൻ സ്വർണ്ണവള. കറക്റ്റ്. സ്വർണം എന്നുള്ള വസ്തുവിന് കൂടുതലും വന്നിട്ടില്ല, കുറവും വന്നിട്ടില്ല. ഈ മാല, ഈ വള സ്വർണത്തെ സ്പർശിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വർണം മാലയെ സ്പർശിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വർണമായി ഇരിക്കുക. അതാണ് വിവർത്തവാദം. സ്വർണം ഒരിക്കലും മാലയായിട്ട് മാറുന്നില്ല. സ്വർണമായിരിക്കെ സ്വർണമാല എന്ന ഭാവം പ്രകടമായി, സ്വർണ്ണവള എന്നുള്ള ഭാവം പ്രകടമായി. അവയ്ക്ക് വ്യവഹാര ഭേദമുണ്ട്. വള ഒരിക്കലും കഴുത്തിടാൻ പറ്റില്ല. മാല വേണമെങ്കിൽ കഴുത്തിലൂടാ, കയ്യിലൂടാ, അത് വേറെ വിഷയം. പക്ഷെ തിരിച്ചു വയ്യ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ വിശേഷ പ്രയോജനങ്ങളുണ്ട്. പക്ഷേ അതറിയുമ്പോഴും നമുക്കറിയാം വസ്തു സ്വർണമല്ലാതെ മറ്റൊന്നില്ല. ഇതുപോലെ നാമരൂപാത്മകമായി സകലത്തെയും കാണിക്കുന്ന ചൈതന്യ സ്വരൂപത്തെ നാമരൂപങ്ങൾക്ക് സ്പർശിക്കാൻ വയ്യ. അസ്പൃഷ്ടം, അവയാൽ സ്പർശിക്കപ്പെടാത്തതായി നിലകൊള്ളുന്നു. ഇങ്ങനെയുള്ള യാതൊരു നാമരൂപ വിലക്ഷണം ബ്രഹ്മ, നാമരൂപ വിലക്ഷണമായ യാതൊരു ബ്രഹ്മമുണ്ടോ, നാമരൂപാഭ്യാം അസ്പൃഷ്ടം യത്, നാമരൂപങ്ങളാൽ സ്പർശിക്കപ്പെടാത്തതായിട്ട് യാതൊന്നുണ്ടോ, തഥാപി എന്നിരിക്കലും, ഇവിടെയാണ് രസം, എന്നിരിക്കലും തയോഹോ നിർവോഢൃ, അവയെ നിർവഹിക്കുന്നത് അവൻ തന്നെയാണ്. ഈ നാമരൂപങ്ങളൊക്കെ ആക്കി തീർക്കുന്നത് അവൻ തന്നെയാണ്. കാരണം എന്താ? അതില്ലായിരുന്നെങ്കിൽ നാമരൂപം ഉണ്ടാവുമോ? വെള്ളം ഇല്ലായിരുന്നെങ്കിൽ പദം ഉണ്ടാവുമോ? സ്വർണ്ണം ഇല്ലായിരുന്നു വെച്ചാൽ സ്വർണ്ണാഭരണം ഉണ്ടാവുമോ? ഇല്ല. സ്വർണ്ണാഭരണമായിട്ടുണ്ടോ? ഇല്ല. അപ്പം ആഭരണത്താൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ സ്വർണ്ണം ഇല്ലെങ്കിൽ ആഭരണം ഉണ്ടാവുമോ? ഇല്ല. ആഭരണം ഇല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടാവുമോ? ഉണ്ട്. അതുണ്ടാവും. അതും ഇല്ലയെന്ന് പറഞ്ഞേക്കരുത്. ആഭരണം ഇല്ലെങ്കിലും സ്വർണ്ണം ഉണ്ടാവും. പദം ഇല്ലെങ്കിലും വെള്ളം ഉണ്ടാവും. വെള്ളം ഇല്ലെങ്കിൽ പദം ഉണ്ടാവില്ല. മറ്റേതവിടെ നിൽക്കട്ടെ, വെള്ളമാണോ പതയാണോ ആദ്യം ഉണ്ടാകും, അവിടെ നിൽക്കട്ടെ, അത് പിന്നെ പോവാം. അതെ, രാജവിദ്യ രാജഗുഹ്യ യോഗം ഇത് തന്നെയാണ് പറയണത്. അസ്പൃഷ്ടമാണ്. ബ്രഹ്മ ഇത്യർത്ഥം. ഇതമേവ മൈത്രേയി ബ്രാഹ്മണേന ഉക്തം ചിന്മാത്ര അനുഗമാത് സർവത്ര ചിസ്വരൂപതായേവ ഇതി. മൈത്രേയി ബ്രാഹ്മണത്തിൽ, മൈത്രേയി ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ബൃഹദാരണ്യക ഉപനിഷത്തിൽ യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് ഉപദേശിക്കുന്ന 2 പ്രകരണങ്ങൾ വരുന്നുണ്ട്, 2 സന്ദർഭം വരുന്നുണ്ട്. സാമാന്യേന ഒരേ ഉപദേശമാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ.
അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി തൻ്റെ പ്രിയ പത്നിയായ മൈത്രേയിക്ക് തത്വോപദേശം ചെയ്യുന്ന 2 സന്ദർഭങ്ങൾ ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്നുണ്ട്. ആ മൈത്രേയിക്ക് ഉപദേശിക്കുന്ന ബ്രാഹ്മണമായതുകൊണ്ട് മൈത്രേയി ബ്രാഹ്മണം എന്നതിന് പേര്. അപ്പം മൈത്രേയി ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. എന്താണ്? എല്ലാ നാമരൂപാത്മകമായതും ചിന്മാത്രാനുഗമമാണ്, ചിന്മാത്രത്താൽ പിന്തുടരപ്പെടുന്നതാണ്. ചിന്മാത്രം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം. എല്ലാം ചിന്മാത്രമാണ്, എല്ലാം ജ്ഞാനമാത്രമാണ്, എല്ലാം ബോധസ്വരൂപമാണ്, അല്ലാത്തൊന്നുമില്ല. അതൊന്നും ഇല്ലാന്നങ്ങ് ഉറപ്പിക്കണം. സകലം ചിന്മാത്ര വിസ്താരിതം. എല്ലാം ചിന്മാത്ര വിസ്താരിതമാണ്. കഥം തദവഗമ്യത, ഇതെങ്ങനെ മനസ്സിലാക്കണത്? ആഹാ, പറയാം. സ ആത്മാ, അത് ആത്മാവാകുന്നു. ആത്മാഹി നാമ സർവജന്തൂനാം പ്രത്യക്ഷേതന. ആത്മാവെന്ന് പറഞ്ഞാൽ സർവജന്തുക്കളുടെയും പ്രത്യക്ഷേതനയാണ്. സ്വസംവേദ്യ, സ്വസംവേദ്യമാണ്. ആത്മാവിനെ അറിയാൻ വേറൊരു ആത്മാവുണ്ടോ? ഇല്ല. ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു പ്രകാശമുണ്ടോ? ഇല്ല. ഞാൻ 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 എന്ന് എല്ലാവരിലും എല്ലായ്പ്പോഴും പ്രകാശിക്കുന്നതും അറിയിക്കുന്നതും അറിയുന്നതും ആണ്. ഞാൻ എന്ന് ഞാൻ അറിഞ്ഞത് വേറെ എന്തെങ്കിലും സഹായത്തോടു കൂടിയാണോ? അല്ല. ഞാൻ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ഇല്ല എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഉണ്ടോ എന്ന സംശയം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് സംശയം ഉണ്ടാവാം. ഞാൻ എന്താണ്? ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, പലതും ആവാം. ഞാൻ കൃമിയാണ്, ഞാൻ കീടമാണ്, പലതും തോന്നിയെന്ന് വരാം. ഞാൻ പുഴുവാണ്, പാറ്റയാണ്, ഒക്കെ തോന്നാം. പക്ഷെ ഞാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അനുഭവമാണ്. ഈ ഉണ്ട് 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 എന്ന് പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകാശിച്ചുകൊണ്ട് ഉള്ളിൽ വിളങ്ങുന്ന സ്വസംവേദ്യ സ്വരൂപമാണ് ആത്മാ. അതുകൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. തേനൈവ സ്വരൂപേണ ഉന്നീയഹ, ആ സ്വരൂപത്തിൽ തന്നെ ഉന്നയിക്കപ്പെടേണ്ടതാണ്, അഭ്യൂഹം ചെയ്ത് മനസ്സിലാക്കപ്പെടേണ്ടതാണ്, ഉന്നയിക്കപ്പെടേണ്ടതാണ്. ഉന്നീയഹ, ഉന്നയിക്കപ്പെടേണ്ടതാണ്. അശരീര, ശരീരരഹിതമായത്, എന്നാൽ ശരീരത്തോട് ചേർന്ന് എല്ലാ ശരീരങ്ങൾക്കും കാരണമായിരിക്കുന്നത്, സ്വയം ശരീരരഹിതമായത് അശരീരം. വ്യോമവ സർവഗത, ആകാശം പോലെ സർവവ്യാപിയായ ആത്മാവ് ബ്രഹ്മ, അത് തന്നെയാണ് ബ്രഹ്മം എന്നറിയേണ്ടതാകുന്നു. എങ്ങനെ അറിയേണ്ടതാകുന്നു? ഗുരുപദേശം വഴിക്ക്. എങ്ങനെ? യുക്തിപൂർവം അതിനെ വിചാരം ചെയ്ത്, ഇപ്രകാരമുള്ള വേദവാക്യങ്ങളെ കൊണ്ട് വിചാരം ചെയ്ത് ഗ്രഹിക്കേണ്ടതാകുന്നു. തച്ച ആത്മാ ബ്രഹ്മ, ആത്മാവ് ബ്രഹ്മമാകുന്നു, അമൃതമാകുന്നു, അമരണധർമ്മ. ഇതാണ് ഞാൻ എന്നറിഞ്ഞാൽ പിന്നെ മരണമില്ല. ശരീരമാണ് ഞാനെന്നറിഞ്ഞാൽ മരണമുണ്ട്, മരണമേ ഉള്ളൂ. അതിന് നിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേഹം. അപ്പോൾ ഇത് തന്നെ ഞാൻ അറിയുന്ന കാലത്തോളം മരണമുണ്ട്. ഇതല്ല ഞാൻ, മരിക്കാത്തവരാണ് ഞാൻ എന്നറിഞ്ഞാൽ മരണമില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, മരിക്കാത്തവനാന്ന് അറിഞ്ഞാലും മരിക്കില്ലേ? എടാ, സ്ഥൂലദേഹം മരിക്കും. ഞാൻ എന്ന് എന്തിനോട് താതാത്മ്യപ്പെടുന്നു? സ്ഥൂലദേഹം മരിക്കും, ജനിച്ചാൽ മരിക്കും, മരിക്കണ്ടേ പിന്നെ? ജനനം എത്ര സന്തോഷകരമാണോ അത്ര സന്തോഷകരം തന്നെയാണ് മരണോ. ചിലർ വിചാരിക്കും എന്ത് ദുഷ്ടനായി വന്ന്. ഈ പ്രപഞ്ച നാടകത്തിലതാരെ വേഷം കെട്ടി വന്നാൽ പോണ്ടേ? വേണ്ട, വന്നാൽ പോണം. ആരെങ്കിലും രംഗത്തിൽ ഇരിക്കാറുണ്ടോ? ഇരുന്നാൽ വല്ല സുഖമുണ്ടോ?
അവിടെ വേറെ കണക്കൊന്നുമില്ല. ആയുസ്സിൻ്റെ കണക്ക് പുസ്തകം പറയണില്ലെന്നൊരർത്ഥമില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റും ഇത്ര ആയുസ്? പ്രാരബ്ധം കഴിഞ്ഞാൽ അപ്പം പോകും. ഗർഭവാസ പ്രാരബ്ധം വെച്ചാൽ ഗർഭത്തിൽ വെച്ച് മരിക്കും. ശൈശവ പ്രാരബ്ധം വെച്ചാൽ ശിശുവായിരിക്കണം മരിക്കും. ബാല്യപ്രാരബ്ധം വെച്ചാൽ ബാലനായിരിക്കണം മരിക്കും. യൗവന പ്രാരബ്ധം വെച്ചാൽ യുവാവായിരിക്കണം മരിക്കും. ചിലർ വളരെ ദീർഘകാലം ഇരുന്നിട്ട് മരിക്കുന്നവരുണ്ട്. ദീർഘകാലം അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ദേഹത്തോട് താതാത്മ്യമുള്ള കാലത്തോളം. അശരീരം വാപസന്തം പ്രിയാപ്രിയേന സ്പൃശത. ഞാൻ ശരീരമല്ല എന്ന ബോധം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രിയാപ്രിയങ്ങൾ അവനെ സ്പർശിക്കില്ല. ഞാൻ മരണമാണ്, നിന്നെ കൊണ്ടുപോകാൻ വന്ന സന്തോഷം, ഇരിക്കൂ, അല്ലേ, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോവാം, സന്തോഷം. അല്ല, നമുക്ക് ഒന്നിച്ച് പോവാം, നീ എന്നെ കൊണ്ടുപോകുമ്പോൾ നിനക്കൊരു സന്തോഷം വേണ്ടേ, കൊണ്ട് ചായ കുടിച്ചിട്ട് പോവാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വെറുക്കണില്ല. എന്തിനാ വെറുക്കണേ? കാരണം വേഷം കെട്ടി വന്നാൽ വേഷം അഴിച്ചു വെക്കണം. അപ്പം ഞാൻ ആര്? നല്ല അതിമനോഹരമായ ഈ കളമെഴുതുന്നത് കണ്ടില്ലേ? എന്തൊരു സുഖ കാണാൻ. ഭഗവതിയുടെ കളുണ്ട്, അല്ലെങ്കിൽ വേണ്ടില്ല വേട്ടക്കരൻ്റെ ഉണ്ട്, നല്ല ജീവൻ തുടിക്കുന്നത് പോലെ. അതൊരു അപാര കലയല്ലേ? ആലോചിച്ച് നോക്കൂ. 5 പൊടി ഇങ്ങനെ കയ്യിൻ്റെ എന്തൊരു വേഗത്തിലാണ് ഇടുന്നേ. വല്ല ചിത്രം വരച്ചു വെക്കണ്ടോ? ആദ്യം ഒന്നുമില്ല, കൈകൊണ്ട് ഇങ്ങനെ വെള്ളയും മഞ്ഞയും പച്ചയും ചുവപ്പും കറുപ്പും 5 വർണ്ണം, പഞ്ചഭൂതങ്ങൾ, ആകാശം വായു അഗ്നി ജലം ഭൂമി, ഇവ കൊണ്ട് രൂപം ഉണ്ടാക്കി, ആയുധവും ആഭൂഷണവും ഒക്കെ ഉണ്ടാക്കി. ഭദ്രകാളിയുടെ ഒക്കെ ആണെന്ന് വെച്ചാൽ എന്താ കേമത്തം. എന്നിട്ട് ഇതൊക്കെ കൂടി ഒരു മായ്ക്കലുണ്ടാവും. അവസാനം അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്, അല്ലേ? ചാവിടിയുടെ മായ്ക്കണത് എന്തൊരു കഷ്ടം. അതിന്മേൽ ഇരുന്ന് ഇങ്ങനെ നിരങ്ങുക, എന്നിട്ട് ചവിട്ടിയാണ് മായ്ക്കുക എൻ്റെ മുഖമൊക്കെ. ഇത് പ്രപഞ്ച നിയമമാണ്. എന്തൊരു ഭംഗിയിലാ ഓരോ വിഗ്രഹമൊക്കെ ഉണ്ടാക്കണത്. ഒഴുകി കളിയാ ഗണപതിനെയൊക്കെ ഉണ്ടാക്കിയിട്ട്. എത്ര മനോഹരമായിട്ട് പത്മം വരയ്ക്കുന്നു, ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതാണ് മനസ്സിലാക്കിയാൽ പ്രശ്നം കഴിഞ്ഞു. പിന്നെ 10 പ്രാവശ്യം പൂജിക്കണ്ട, 1 പ്രാവശ്യം പൂജിച്ചാൽ മതി. മനസ്സിലായില്ല വെച്ചാൽ വീണ്ടും വീണ്ടും പൂജിക്കുക. അപ്പം ആരെങ്കിലും ഇന്ന പൂജകൻ ഭദ്രകാളിനെ കൊന്നു എന്ന് പറയാറുണ്ടോ? അല്ല, അറിയാത്തോണ്ട്. അല്ലെങ്കിൽ വേണ്ടില്ല, ഇന്ന കുറുപ്പ് വന്നിട്ട് വേട്ടക്കാരനെ കൊന്നു, ഇല്ല, ഒന്നുമില്ല. പല കർമ്മങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെ പൂജകൻ വന്ന് ദൈവമായി കഴിഞ്ഞാൽ ദൈവം ദൈവത്തെ കൊന്നു എന്നാരും പറയാറില്ല. അത് കഴിഞ്ഞ് അയാൾ സാധാരണ മനുഷ്യനായി. നീ എന്തോടെ ദൈവത്തെ കൊന്നതെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. അവിടെ ദൈവം തന്നെ ദൈവത്തെ മാച്ചു. അതിമനോഹരമാണ്. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം, കേൾക്കണം, ആ സന്നിധിയിൽ പങ്കെടുക്കണം. അപ്പം മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി എന്താണ്. അത് മനസ്സിലാവണില്ല വെച്ചാലോ, സ്വാമി എൻ്റെ ഭർത്താവ് മരിച്ച്, എൻ്റെ മോൻ മരിച്ച്, എൻ്റെ മോള് മരിച്ച്. എല്ലാം ജനിച്ചാൽ മരിക്കണ്ടേ? എന്നാലും ഞാൻ മരിക്കണേന് മുമ്പ് മരിച്ചതാ കഷ്ടം, ഞാൻ ഉള്ളപ്പോൾ മരിച്ചില്ലേ, സമാധാനമായില്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കൂ. ദൈവം തന്നെ ദൈവത്തെ മായ്ച്ചോട്ടെ, നീ അതിൽ എന്തിനാ ഇടപെടുന്നേ? ഇതാ സത്യം. സ്വാമി അതൊക്കെ മനസ്സിലാവണുണ്ട്, എന്നാലും ആയിട്ട് പോകണമെങ്കിൽ നല്ലോണം അത് പഠിക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് സന്യാസം എന്താണെന്ന് ഖേത്രി മഹാരാജ് ചോദിച്ചപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, സന്യാസ ഈസ് ദി പ്രിപ്പറേഷൻ ഫോർ ആക്സെപ്റ്റിംഗ് ഡെത്ത് വിത്ത് എ സ്മൈലിംഗ് ഫേസ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുക്കലാണ് സന്യാസം. അത് മനസ്സിലാവാത്തവർ എന്ത് ദുഷ്ടനാന്ന് പറയും. അല്ലാണ്ട് ചിന്തിക്കുക. അപ്പോൾ അത് ഊർധ്വം മന്ത്രം,
അപ്പം അമരണധർമ്മ. ഞാൻ എന്നെ എന്തിനോട് മനസ്സിലാക്കി? ഈ ശരീരത്തോട് മനസ്സിലാക്കിയാൽ എനിക്ക് മരണം ഉറപ്പാണ്. അല്ല, ബ്രഹ്മം തന്നെ എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ അമരണധർമ്മ, മരണരഹിതമായ ധർമ്മത്തോടൊത്തവൻ. അത ഊർധ്വം മന്ത്ര, ഇതിൻ്റെ ഉപരിയുള്ളത് മന്ത്രമാണ്. അപ്പം ഇത് മന്ത്രമല്ലേ? ഇതും മന്ത്രമാണ്. ഇനിയുള്ളത് വേറെ മന്ത്രം. എന്താ മന്ത്രം? പ്രജാപതി ചതുർമുഖ തസ്യ സഭാം വേശ്മ. വായിച്ചില്ലേ? വായിച്ചില്ലേ? പ്രജാപതി ചതുർമുഖ. പ്രജാപതി ചതുർമുഖനാണ്. ബ്രഹ്മാവ് നാൻമുഖനായ ബ്രഹ്മാവ്. അത്ര എടുത്താൽ മതി. ഒരു തല പോയി എന്നൊന്നും പറയണ്ട. പഞ്ചമുഖനായിരുന്ന ബ്രഹ്മാവ്. ഏതായാലും ഇപ്പം നീ ചതുർമുഖനായിട്ടാണല്ലോ ഉപാസിക്കുന്നത്, അത് മതി. നാൻമുഖനായ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ സഭയെ, ഭേഷ്മ ഗൃഹത്തെ ഞാൻ പ്രാപിക്കുന്നു. പ്രഭുവിമിതം എന്ന പേരുള്ള ബ്രഹ്മാവിൻ്റെ സഭയെ ഞാൻ പ്രാപിക്കുന്നു. ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിൻ്റെ സഭയെ, ആ സഭയ്ക്കൊരു പേര് കൊടുത്തു, പ്രഭുവിമിതം എന്നുള്ള സഭയെ ഞാൻ പ്രാപിക്കുന്നു. ഗച്ഛയം. അപ്പം ആദ്യം പറഞ്ഞ ആൾക്ക് ബ്രഹ്മാവിൻ്റെ സഭയെ പ്രാപിക്കണോ? നേരത്തെ പറഞ്ഞ ആൾക്ക് എവിടെയും പ്രാപിക്കേണ്ട. അയാൾ മുക്തനാണ്. അയാളെ വിളിച്ച് ബ്രഹ്മാവ് വന്നോളൂ പറഞ്ഞാൽ ശരി ഞാൻ വരാം, പൊയ്ക്കോളൂ പറഞ്ഞാൽ ശരി പൊയ്ക്കോളാം. അയാൾക്ക് സുഖമില്ല, ദുഃഖമില്ല, അയാൾ ആനന്ദത്തിലാണ്. ഇഹൈവ തൈർജിത സർഗ. അവരിവിടെ തന്നെ സൃഷ്ടിയെ അതിക്രമിച്ചിരിക്കുന്നു. നസ പുനരാവർത്തത. അവർ പുനർജനിക്കുന്നില്ല. അവർക്ക് ബ്രഹ്മലോകവും ഇല്ല, ഒരു ലോകവും ഇല്ല. അവരായി തന്നെ ഇരിക്കുക. അവർ മുക്തരാണ്. എന്നാൽ ഈ ഒരു ജ്ഞാനത്തെ അറിഞ്ഞ് ആ അഭിന്നതയെ പ്രാപിച്ചിട്ടില്ല. എന്നാൽ ഉച്ചകോടിപ്പെട്ട വിരക്തിയും ജ്ഞാനവും ഒക്കെ ഉണ്ട്. ആ തലത്തിലാണ് ഇവിടെ ഞാൻ ചതുർമുഖൻ്റെ സഭയിൽ പ്രവേശിക്കുന്നു. ഗച്ഛേയം കിഞ്ച യശോഹം യശോദാമ ആത്മാഹം ഭവാമി ബ്രാഹ്മണാനാം. ബ്രാഹ്മണരുടെ യശസ്സിനെ ഞാനിതാ പ്രാപിക്കുന്നു. ഞാൻ ബ്രാഹ്മണരുടെ യശസ്സാകുന്നു. ബ്രഹ്മം എന്നാൽ വേദം പഠിക്കുന്നവരുടെ യശസ് ഏറ്റവും മികച്ച യശസ്സാണ്. ബ്രഹ്മജ്ഞന്മാരുടെ യശസ്സിനെ ഞാൻ പ്രാപിക്കുന്നു. ബ്രാഹ്മണായവ ഹി വിശേഷതഃ തമുപാസതേ. ആ പരമസത്യത്തെ വിശേഷമായി ഉപാസിക്കുന്നത് ബ്രാഹ്മണന്മാരാണ്. അതുകൊണ്ട് അവരുടെ യശസ്സാകുന്നു ഞാൻ. തഥാ രാജ്ഞാം വിശാംച. അതുപോലെ രാജാക്കന്മാരുടെയും വൈശ്യന്മാരുടെ യശസ് ഞാനാകുന്നു. ഏറ്റവും മികച്ചവരുടെ യശസ്സാ പറയണത്, ഞാനാകുന്നു. തേയപ്പി അധികൃതായേവ ഇതി തേഷാമപ്പി ആത്മാ ഭവാമി. അവരും ഈ യശപ്രാപ്തിക്ക് അധികാരികളായതുകൊണ്ട് അവരുടെയും യശസ്സിനെ ഞാൻ പ്രാപിക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ എഴുതിയിട്ടുള്ളത്. അത് വേണമെന്നില്ല, അതില്ലാതെ തന്നെ പൂർണ്ണമാണ് അർത്ഥം. കാരണം ആ വാചകം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സന്ദേഹം വരും. അപ്പോൾ നിങ്ങൾ ഈ ത്രൈവർണിക സിദ്ധാന്തത്തെ അതേപടി പിൻപറ്റുകയാണോ എന്നൊക്കെ ചോദ്യം വരും. അതുകൊണ്ട് നമുക്ക് ആ വാചകം വേണ്ടെങ്കിൽ എടുക്കണ്ട. കാരണം എടുത്തില്ലെങ്കിലും പൂർണ്ണമാണ് അർത്ഥം. രാജ്ഞാം വിശാംച എന്നുള്ളത് യുക്തമാണ്. അവിടുന്ന് ഒറ്റ വാചകം തേപ്പി അധികൃതായ വൈദി എന്നുള്ള വാചകം എടുത്തോളണമെന്നില്ല, എടുക്കണതിന് വിരോധമില്ല. പക്ഷെ എടുക്കുമ്പോൾ ഒരു വിഷയം ഓർമ്മ വേണം. ഇത് ഏത് കാലഘട്ടത്തിലാണ് ആചാര്യവാദങ്ങൾ എഴുതിയതെന്നും ആ കാലത്തിലെ സാമൂഹിക വീക്ഷണങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. അല്ലാണ്ട് ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൻ്റെയോ സാമൂഹിക ബോധത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. വ്യക്തമാണല്ലോ പറഞ്ഞത്. കാരണം സാമൂഹിക വിഷയങ്ങളൊക്കെ കാലങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. ഒരു കാലഘട്ടത്തിലെ നിയമത്തിനനുസരിച്ച് നടപ്പിലുള്ളത് വേറൊരു കാലഘട്ടത്തിൽ വെച്ച് ചിന്തിക്കുന്നത് മൂഢതയാണ്. ഓർമ്മിക്കുക. തദ് യശഃ അഹം അനുപ്രാപത്സി.
ഞാൻ ആ യശസ്സിനെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നു. പ്രാപ്തുമിച്ഛാമി സഹാഹം യശസാം ആത്മനാം ദേഹേന്ദ്രിയ മനോബുദ്ധി ലക്ഷണാനാം യശഃ. ശരീരേന്ദ്രിയ മനോബുദ്ധി ലക്ഷണമായിരിക്കുന്ന സകലത്തിൻ്റെയും ആത്മാവായി യശസ്വികൾക്കും യശസ്വിയായി ഞാൻ ഭവിക്കണം. അതിനെ പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേതാ? ബ്രഹ്മലോകത്തിലെ പരമമായ യശസ്സിനെ ഞാൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. കിമർത്ഥം അഹമേവം പ്രപദ്യേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രാപിക്കുന്നത് ബ്രഹ്മലോകത്തെയൊക്കെ? ഉച്യതേ, പറയാം. ബ്രഹ്മലോകത്തെ പ്രാപിച്ചാലും അത് ക്രമമുക്തിയാണ്. അയാൾക്ക് ജീവൻ മുക്തിയില്ല. ജീവൻ മുക്തി സുഖം തത്വവിജ്ഞാനിക്കേ ഉള്ളൂ. തത്വവിജ്ഞാനി ഒരു ബ്രഹ്മലോകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് കൊണ്ടുപോയാൽ സന്തോഷം, കൊണ്ടുപോയില്ലെങ്കിലും സന്തോഷം, അത്രയേ ഉള്ളൂ. അയാൾ ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല. അയാൾ ആനന്ദത്തിൽ കഴിയുക. എന്നാൽ ഇച്ഛിക്കുന്ന ആള് അത് വേറെയാണ്. അപ്പം എന്തിനാ ഇച്ഛിക്കുന്നത് ഇനിയിപ്പോൾ ജന്മം ഇല്ലാതിരിക്കാൻ. വിജ്ഞാനിക്ക് ജന്മം ഉണ്ടായാലും ഇല്ലെങ്കിലും കണക്കാ. അത് ശ്രദ്ധിക്കുക. ഇതല്ല, തൊട്ട് ഇറങ്ങി വന്നു. ബ്രഹ്മലോകത്തെ ആഗ്രഹിക്കുന്നവനാ. അപ്പം എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്? പറയാം. ശ്വേതം വർണ്ണത, ശ്വേതവർണ്ണത്തിലുള്ള, ശ്വേതം എന്ന് പറഞ്ഞാൽ കടും ചുമപ്പല്ല, ചുമപ്പ് കലർന്ന വർണ്ണത്തിലുള്ള പക്വബദര സമം രോഹിതം, നല്ല പഴുത്ത ബദരം വെച്ചാൽ ലന്തപ്പഴം. അപ്പം നല്ല പഴുത്ത ലന്തപ്പഴത്തിന് തുല്യമായിട്ടുള്ള ചുമപ്പ്. രോഹിതം എന്ന് പറയുന്നത് ചെമ്പിൻ്റെ ചുമപ്പിനേക്കാൾ കുറച്ചും കൂടി ചുമപ്പുള്ളത്. അത് സ്ത്രീ യോനിയെ സൂചിപ്പിക്കാനാണ് ആ വർണ്ണം അവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളുടെ യോനിയെ സൂചിപ്പിക്കാൻ. തഥാ അദത്കം, ദന്തരഹിതമായിരിക്കുന്ന, പല്ലില്ലാത്ത അദത്കം. ഇവിടെ ഭാഷ്യകാരൻ ഭക്ഷയിതൃ എന്നൊരു ശബ്ദം കൂട്ടിച്ചേർത്തു ഭാഷ്യത്തിൽ. മൂലത്തിൽ അതില്ല. നോക്കൂ, മൂലത്തിൽ അദത്കം ശ്വേതം ലിന്ദുമാഭികാം എന്ന് മാത്രമേ ഉള്ളൂ. ഭാഷ്യകാരൻ അവിടെ കൂട്ടിച്ചേർത്തതാണ് ഭക്ഷയിതൃ. അത് കുറച്ചും കൂടി ഒരു മനസ്സിലാക്കാൻ വിഷമമുള്ളതാക്കുന്നുണ്ട്. മറ്റത് എളുപ്പമാണ്. ഞാൻ ഈ അദത്കമായ ഭാവത്തെയോ ലിന്ദുവെയോ പ്രാപിക്കരുതേ. ശ്വേതമായിരിക്കുന്ന ചുമന്ന വർണ്ണത്തോടു കൂടിയ യോനിയെയോ അദത്കമായിരിക്കുന്ന ഭാവത്തെയോ, അദത്കമായിരിക്കുന്ന ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ജനിച്ചു വരുമ്പോൾ എങ്ങനെയാ? അദത്കമാണ്, പല്ലില്ല. അപ്പം വീണ്ടും എനിക്ക് പല്ലില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുതേ. വീണ്ടും എനിക്ക് ഒരു യോനിയെ പ്രാപിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് പറയണത്. അത്രയേ ഉള്ളൂ. എളുപ്പം മനസ്സിലാക്കാം. പക്ഷെ ഭാഷ്യകാരൻ അവിടെ കുറച്ചൊന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഭാഷ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കേണ്ട നിവൃത്തിയില്ല. ഭക്ഷയിതൃ, പല്ലില്ലെങ്കിലും ഭക്ഷിക്കുന്ന, പല്ലില്ലാതെ ഭക്ഷിക്കുന്ന, സ്ത്രീ വ്യഞ്ജനമായിരിക്കുന്ന, അതിനാണ് ഈ വർണ്ണം പറഞ്ഞത്. സ്ത്രീയെ വ്യഞ്ജിപ്പിക്കുന്ന, തത് സേവിനാം, അതിനെ സേവിക്കുന്നവരുടെ, തേജോ ബല വീര്യ വിജ്ഞാന ധർമാണാം അപഹന്തൃ, അതിനെ സേവിക്കാൻ പോകുന്നവരുടെ തേജസ്സും ബലവും വീര്യവും വിജ്ഞാനവും ധർമ്മവും ഒക്കെ ഇല്ലാണ്ടാവുന്നവരാണ്. ഇതിപ്പോൾ കിട്ടിയ ജനസിന് പറഞ്ഞതാ. യോനി എന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഉടനെ അതാണ് ഭാഷ്യ എന്ന് പറഞ്ഞത്. ഇത് വ്യാഖ്യാനമല്ല. സ്ത്രീ യോനി എന്ന് ശബ്ദം കേട്ടപ്പോൾ ഭാഷ്യകാരൻ പറയുകയാണ്, അതിനെ ഭക്ഷയിതൃ, ഭക്ഷിക്കുന്ന, പല്ലില്ലാണ്ട് ഭക്ഷിക്കുന്ന. അതെന്താ മനസ്സിലായില്ലല്ലോ. തേജസ്, അതിനെ സേവിക്കുന്നവരുടെ ബലം, വീര്യം, തേജസ്, വിജ്ഞാനം, ധർമ്മബോധം എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അതിൽ സേവിക്കാൻ പോകണ്ടെന്ന് പറയുകയാണ്. അത് കിട്ടിയ സന്ദർഭത്തിനത് വെച്ച് പറഞ്ഞതാ. ശരിക്കും അവിടെ മൂലത്തിനനുസരിച്ച് അത്ര ഒരു ചർച്ച അവിടെ വരുന്നില്ല കേട്ടോ. ആ ചർച്ച നല്ലതാണ്. വൈരാഗ്യജനകമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ചർച്ച ആവശ്യമാണ്. ഇവിടെ നമുക്ക് ഇത്ര എടുത്താൽ മതി. അദത്കമായ ലിന്ദു
ഞാൻ പ്രാപിക്കാൻ ഇടവരരുതേ എന്ന് പറഞ്ഞാൽ മതി. ഏത്? ശ്വേതമായിരിക്കുന്ന അത്ര മതി. പക്ഷെ ഭാഷ്യകാരൻ പറയുമ്പോൾ അത് പഠിക്കാതിരുന്നൂടാ. അപ്പോൾ ഇതിനെ സേവിക്കുന്നവരുടെ തേജസ്, ബലം, വീര്യം, വിജ്ഞാനം, ധർമ്മം എന്നിവയെല്ലാം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് വിനാശ ഇതൃത്യേതത് യദേവം ലക്ഷണം ശ്വേതം, അങ്ങനെയുള്ള ശ്വേതത്തെ, ശ്വേതം ചുമന്ന വർണ്ണത്തോട് കൂടിയതിനെ, ലിന്ദുവേ, ലിന്ദു യോനി, പിച്ഛലം തൻ മാ അഭികാം, അതിനെ ഞാൻ പ്രാപിക്കരുതേ, മാ അഭിഗച്ഛേയം, ഞാൻ പ്രാപിക്കാൻ ഇടവരരുതേ. ദിവചനം അത്യന്ത അനർത്ഥഹേതുത്വ പ്രദർശനാർത്ഥം, അത്യന്ത അനർത്ഥഹേതുത്വത്തെ കാണിക്കാനാണ് 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞതിനെ പറഞ്ഞു ഈ ഖണ്ഡം കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങനെയും മതി, ഈ മന്ത്രം കഴിഞ്ഞു എന്ന് കാണിക്കാൻ 2 പ്രാവശ്യം ആവാം. ഭാഷ്യകാരൻ്റെ അഭിപ്രായത്തിൽ ഈ ജനിക്കുക, വീണ്ടും ജനിക്കുക എന്നുള്ളത് അത്യന്തം അനർത്ഥമാണ്. അതുകൊണ്ട് അത് ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയുടെ തീവ്രത കാണിക്കാനാണ് 2 പ്രാവശ്യം എന്നാണ് പറയണത്. വ്യക്തമാണല്ലോ ആശയം. ഇനി നമുക്ക് ഒരു ഖണ്ഡം കൂടിയുള്ളൂ, ഒരു മന്ത്രം കൂടിയുള്ളൂ. അത് അടുത്ത പ്രാവശ്യം പഠിക്കാം. അതോടുകൂടി ഛാന്തോക്യോപനിഷത്ത് കഴിയും. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ ते मयि सन्तो ओम शांति शांति शांति।